വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് അനലറ്റിക്സ്. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നൊരു പേപ്പറാണ്. സോ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറ്. ബട്ട് എനിക്ക് 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഓരോ പാർട്ടിലുള്ള സെപ്പറേറ്റ് വീഡിയോസ് ആദ്യം ഒന്ന് ചെയ്യണം എന്ന് പറയാം. എസ്പെഷ്യലി essay ചോദ്യങ്ങൾ ഏതാന്നുള്ള ആ ഒരു വീഡിയോ എങ്കിലും ആദ്യം ചെയ്യാൻ എനിക്ക് ഇഷ്ടം പോലെ വാട്സപ്പ് മെസ്സേജസ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം ചെയ്യുന്നത്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങൾ. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോസ് ലാഗാവാൻ കാരണം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 4th സെമസ്റ്റർ M.Com-ൻ്റെ എക്സാം, ഡിഗ്രിക്കാരുടെ, അങ്ങനെ എല്ലാ എക്സാംസും ഒരുമിച്ച് അധികം ഗ്യാപ്പില്ലാണ്ട് വരുമ്പോൾ നമുക്ക് ക്ലാസ്സസും ഇതൊക്കെ കൂടിയിട്ട് ചെയ്യുമ്പോൾ ടൈം പോകണം. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയണത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. സോ ലേറ്റ് ആയാലും ഞാൻ വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ സോറി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഒരു ബുദ്ധിമുട്ടായുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ അനലറ്റിക്സ് പേപ്പർ. കാരണം പല കുട്ടികൾക്കും ഇത് പ്രസൻറ്റ് ചെയ്യാൻ, എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടോപ്പിക്കുകളും essayക്ക് വരുന്ന ടോപ്പിക്കുകൾ essayക്ക് സ്കോപ്പില്ല. ബുക്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുള്ളൂ എഴുതാൻ, 15 മാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ടോപ്പിക്കുകളുണ്ട്. അതല്ലാത്ത ഈസിയസ്റ്റ് ഏരിയാസും ഉണ്ട്. എന്നാലും എന്നാൽ പിടിച്ചോ, നമ്പർ 1 നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഈ പറയുന്ന ചോദ്യങ്ങൾ essayക്ക് ഇട്ടില്ലെങ്കിൽ ചിലതൊക്കെ 5 മാർക്കിന് വരും. അപ്പോൾ രണ്ടിലേക്കും സ്കോപ്പുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വരുന്ന പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് എന്റർപ്രൈസ് റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ് നോക്കി വയ്ക്കുക. ബെനഫിറ്റ്സ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ബെനഫിറ്റ്സ് ചിലപ്പോൾ ഇത് 5 മാർക്കിനും വരാം. ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസ് ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും കൂടി നോക്കണം കേട്ടോ. എന്താണ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസ് ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് അതും കൂടി നോക്കണേ. അപ്പോൾ അതാണ് വേറൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പല ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ DIS ഉണ്ട്, MIS ഉണ്ട്, EIS ഉണ്ട്. ഏതാ വരാമെന്നറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മാറി വരുന്നതാണ്, പ്രതീക്ഷിക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക. ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത് ഡാറ്റ മോഡൽസ് ആണ്. ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ്, ദെൻ ഡാറ്റ മോഡലിംഗ് ടെക്നിക്സ്. അപ്പോൾ ചില സമയത്ത് 5 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ ഡാറ്റ മോഡൽസ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ ഡാറ്റ മോഡലിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്, ഡാറ്റ മോഡലിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതും നോക്കിയോളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നതാണ് ബിസിനസ് ഇൻ്റലിജൻസ്. സോ ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ യൂസസ് നോക്കിക്കോളൂ. ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ യൂസസ്, ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നതാണ്, അതിൻ്റെ കൂടെ പറയാം ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERPയുടെ ബെനഫിറ്റ്സും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. ERPയുടെ ബെനഫിറ്റ്സ് ആൻഡ്
ഡിസ്അഡ്വാൻറ്റേജസ് അതും നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇനി അഡീഷണൽ ആയിട്ട് 1-2 കൂടിയും പറയാനുള്ളത്, ഡാറ്റ ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതിൻ്റെ അപ്രോച്ചസ്. ഡാറ്റ ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതിൻ്റെ അപ്രോച്ചസ്, അതിൻ്റെ ഇഷ്യൂസ്. ഓക്കെ, നോക്കിക്കോളോ. ആൻഡ് ഫൈനലി ഒരു ചോദ്യം കൂടിയും പറയണു, ബാലൻസ് സ്കോർ കാർഡാണ്. ചില സമയത്ത് അഡ്ജ് മാർക്കിൻ്റെയിലാണ് വരാറ്. ബാലൻസ് സ്കോർ കാർഡ് എന്താണ്? പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതിൻ്റെ ബാലൻസ് സ്കോർ കാർഡ് എന്താണ്? അതിൻ്റെ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ ആൻഡ് ഇമ്പോർട്ടൻസ്. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളൊരു ചോദ്യമാണ്, ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ കൂടെ തന്നെ യൂസ് ഓഫ് IT ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ, അതും കൂടിയും പറയണം കേട്ടോ. യൂസസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IT ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളെ എസ്സേക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ പല ചോദ്യങ്ങളും 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ എസ്സേ ചോദ്യങ്ങളുടെ വീഡിയോ ഇപ്പം തന്നെ ഇടാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇതിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്, ചങ്ക് ചാപ്റ്റേഴ്സ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ തന്നെ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.